കോഴിക്കോട് വെള്ളിപ്പറമ്പിലെ മേൽപ്പഴനി ക്ഷേത്രം. വെള്ളിപ്പറമ്പിൽ നിന്നും 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി മയിലാടും കുന്ന് എന്ന പ്രകൃതി രമണീയമായ മലമുകളിലാണ് മേൽപ്പഴനി ശ്രീ ജ്ഞാനദണ്ഡായുധപാണി സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ നോക്കാം. കാനന ഭംഗി ആസ്വദിച്ചുകൊണ്ട് അനേകം പടികളിലൂടെ നമ്മൾ ചെന്നെത്തുന്നത് ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന മലമുകളിലെ ക്ഷേത്രത്തിലാണ്. പഴനിക്ക് സമാനമായ പടികളും ക്ഷേത്ര നിർമ്മാണവുമാണ് ഇവിടെ കാണാൻ കഴിയുക. പ്രായമായവർക്ക് റോഡ് മാർഗവും ഇവിടെ എത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിലൂടെയാണ് കൂടുതൽ ഭക്തരും ഇവിടെ എത്തുന്നത്. പഴനി ക്ഷേത്രത്തിൽ നടന്നു വരുന്ന തലമുണ്ടനം ചെയ്യുന്ന ചടങ്ങ് അതേപടി ഇവിടെയും നടന്നു വരുന്നു. കൂടാതെ ഉത്സവ സമയത്ത് കാവടിയാട്ടവും ഉണ്ടാവുന്നു. ശ്രീ ശരവണ ബാബാജിയാണ് ഈ മേൽപ്പഴനി ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് വേണ്ടി പണി കഴിപ്പിച്ചത്. മയിലാടും കുന്നിലെ പ്രധാന ദേവതാ സങ്കല്പമാണ് ശ്രീ മുരുകൻ. പടിഞ്ഞാറ് ദർശനമായി പ്രധാന ശ്രീകോവിൽ കാണാൻ കഴിയും. ഇതുകൂടാതെ ഇവിടെ നിരവധി പ്രതിഷ്ഠകളും ആചാരങ്ങളുമുണ്ട്. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ വെറ്റിലമാല, വടമാല, വെണ്ണ, അവിൽ, കദളിപ്പഴം എന്നിവയാണ്. പഴനിയിലെ തമിഴ് വംശജരായ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠാദി കർമ്മങ്ങൾ നിർവഹിച്ചതും തുടർന്ന് നിത്യപൂജ കർമ്മങ്ങൾ ചെയ്യുന്നതും. രാവിലെ 6 മണിക്ക് നട തുറന്ന് പൂജാതി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് 1 മണിയോടെ നടയടയ്ക്കും. വൈകിട്ട് 5 മണിക്ക് നട തുറന്ന് രാത്രി 8:30-ക്ക് നടയടയ്ക്കും. സസ്തനാദി ഷഷ്ടി മഹോത്സവം, പ്രതിഷ്ഠാദിന മഹോത്സവം, പൊങ്കാല മഹോത്സവം, അയ്യപ്പൻ വിളക്ക്, തിരുവോണ വിളക്ക് മഹോത്സവം, വിഷു ആഘോഷം, കാർത്തിക വിളക്ക്, നവരാത്രി ആഘോഷം, ശിവരാത്രി മഹോത്സവം, രാമായണ മാസാചാരണം, ഗണേശോത്സവം, ശ്രീകൃഷ്ണ ജയന്തി, ഗുരുപൂർണിമ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ. പിന്നെ ദാദാജിയുടെ ജന്മദിന ആഘോഷം, പുതുവത്സരാഘോഷം, വിദ്യോത്സവം എന്നിവയും ഏറെ പ്രാധാന്യത്തോടെ ഇവിടെ ആഘോഷിച്ചു വരുന്നു. എല്ലാവർക്കും കുടുംബസമേതം വരാൻ പറ്റിയ ഒരു നല്ല ഇടമാണ്. കഴിയുന്നതും എല്ലാവരും ഇവിടെ വരാൻ ശ്രമിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.